ഡിയർ സ്റ്റുഡൻസ്, അതായത് നമ്മളുടെ BEd കോഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. അതായത് വളരെയധികം താല്പര്യത്തോടു കൂടി നല്ല ടീച്ചേഴ്സ് ആവണമെന്ന താല്പര്യത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും BEdന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ BEdന് ഈ ഒരു സബ്ജക്റ്റ്, നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമ്മളുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സൈക്കോളജിയിൽ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളാണ് നമ്മൾ ഈ BEdൻ്റെ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് അധ്യാപകരാകാൻ പോകുന്ന നമ്മൾക്ക് അത് കുട്ടികളുടെ സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സൈക്കോളജി പേപ്പർ, അതിൻ്റെ പേര് ചൈൽഡ്ഹുഡ് ആൻഡ് ഗ്രോയിങ് അപ്പ് എന്നാണ്. അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അതായത് കുട്ടികളുടെ, അതായത് ചെറിയ കുട്ടികളുടെ ചെറുപ്പകാലം മുതലുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ അഡോളസൻസ്, അതിൽ വരുന്ന പ്രോബ്ലംസ്, അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ, അതെല്ലാം പഠിക്കുന്നുണ്ട്. മോട്ടിവേഷണൽ ടെക്നിക്സ്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന യൂണിറ്റുകൾ കൊഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് സെൻസേഷൻ, പെർസെപ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ നമ്മളുടെ തിങ്കിങ് പ്രോസസ്സുകൾ, എന്താണ് തിങ്കിങ് പ്രോസസ്സ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടൈപ്സ് ഓഫ് തിങ്കിങ്. അതുപോലെ വേറെ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റുകളാണ് മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി, ഏതെല്ലാം രീതിയിലാണ് നമ്മളുടെ ഓർമ്മയിൽ നമ്മുടെ കാര്യങ്ങൾ നിൽക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികൾ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഏതായാലും ഈ ഒരു BEd കോഴ്സിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മളുടെ സൈക്കോളജിയുടെ തിയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് അടുത്ത ക്ലാസ് മുതൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.